തന്നെ ഞാൻ തുടങ്ങാം. കാരണം വെച്ച് കഴിഞ്ഞാൽ DNA എന്ന് പറഞ്ഞ മൂവിയിൽ തന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുമ്പം ക്യാമറാസ് ഓടി വന്ന് നമ്മളടുത്ത് വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചെയ്ത വർക്കിൻ്റെ കാര്യം വെച്ചിട്ട് കുറേ ഫാൻസ്, കുറേ നമ്മളുടെ വീട്ടിൽ ഒരു അംഗം പോലെ എല്ലാവരും എന്നെ കണ്ടേക്കുന്നത്. ഓടി വന്ന് ചേച്ചി അല്ലെങ്കിൽ മോളെ എന്നൊക്കെ വന്ന് ഓരോരുത്തർ വന്ന് കെട്ടിപ്പിടിച്ച് പറയുമ്പോഴും DNA കുറിച്ച് പറയുമ്പോഴും ഞങ്ങൾ DNA കാണുന്നതിനേക്കാളും കൂടെ അടുത്ത് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരാളാണെന്ന് പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അല്ലേ. നമ്മളെല്ലാം പ്രേക്ഷകരിലോട്ട് ഇറങ്ങി ഞങ്ങൾ അവരിലൊരാളാവാനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ സാർ പറഞ്ഞൊരു കാര്യം നോട്ട് ചെയ്തത്, ക്ലൈമാക്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, നീ ആണോടാ എന്ന്. കാരണം വെച്ചാൽ സത്യമാണ്, ഇതിനകത്ത് ക്ലൈമാക്സിൽ ആരാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആർക്കും അധികം അറിഞ്ഞുകൂടാ. ഞങ്ങൾ തന്നെ സെറ്റിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ പറയും, സത്യം പറയടാ, നിൻ്റെ നോട്ടം കണ്ടിട്ട് നീയാണെന്ന് തോന്നുന്നല്ലോ, നീയാണോടാ അല്ലെങ്കിൽ നീയാണോടെ, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് തമാശ പറയും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സാറിനെ കുറിച്ച്, സാറ് നേരത്തെ പറഞ്ഞ് കറക്റ്റാണ്. ഒരു ഡയറക്ടർ എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയും നമ്മളൊരു അടുത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന കണക്ക് നമ്മൾ പറയുമല്ലോ, നടന്നു പോകുന്ന കുഞ്ഞിനെ മറിഞ്ഞു വീഴുമ്പോഴത്തേക്ക് കുഞ്ഞിനെ അടിച്ചിട്ടായിരിക്കും എണീക്കുന്നത്. അടുത്തതിന് എണ്ണിക്കുമ്പോൾ നടക്കാനൊരു പേടിയായിരിക്കും. ആ സ്ഥാനത്ത് സ്നേഹിച്ച് നമ്മൾ വന്ന് മോനെ എണ്ണിച്ച് നടക്കും എന്നൊക്കെ പറയുമ്പോൾ അവൻ നല്ല രീതിയിൽ അതേപോലെയാണ് സാറ് തെറ്റ് കണ്ടാലും സാറ് സ്നേഹത്തോടെ, ആ സാറിൻ്റെ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരിയോടെയാണ് നമ്മളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ചെയ്യാനും സാറിൽ നിന്ന് കുറേ പഠിക്കാനും പറ്റിയിട്ടുണ്ട്. അടുത്ത മൂവിയിലും അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് സാറിനോട് വർക്ക് ചെയ്യാൻ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്.